ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പീഡന പരാതികളിലും ആടിയുലഞ്ഞ സിനിമാ ലോകം. താരസംഘടനയായ അമ്മയിൽ നിന്ന് മോഹൻലാൽ ഉൾപ്പെടെ എല്ലാ അംഗങ്ങളും രാജിവെച്ചു. ഇതിന് പിന്നാലെ ഭരണസമിതിയും പിരിച്ചുവിട്ടു. ഇന്ന് ചേർന്ന ഓൺലൈൻ യോഗത്തിലായിരുന്നു നിർണായക തീരുമാനം. ഭരണസമിതിയിലെ ഭാരവാഹികൾ ആരോപണ വിധേയരായ പശ്ചാത്തലത്തിലാണ് നടപടിയുണ്ടാകുന്നത്. ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജിയെന്ന മോഹൻലാൽ പത്രക്കുറിപ്പിൽ അറിയിച്ചു. പുതിയ ഭരണസമിതിയെ 2 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേർന്നുണ്ട്. സുധീഷ്, എന്തു തന്നെയായാലും മലയാള സിനിമാ ലോകത്തിന് വളരെ വലിയൊരു ഞെട്ടൽ നൽകിയിരിക്കുകയാണ് അംഗങ്ങളുടെ കൂട്ടരാജി അമ്മ സംഘടനയിൽ നിന്നുമുണ്ടായത്. ഒരുപക്ഷെ ഇനിയും കൂടുതൽ പ്രതികരണങ്ങൾ, വെളിപ്പെടുത്തലുകൾ ഒക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതല്ലേ? വിഷ്ണു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇന്ന് വരെയും പുതിയ പ്രതികരണങ്ങൾ ഇല്ലെങ്കിൽ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വരും ദിവസങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതിൽ നിന്നും കൂട്ടിച്ചേർക്കലോടുകൂടി വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരും രംഗത്തുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ഇത് എന്തായാലും പരാതിയുമായി മുന്നോട്ട് വന്നാലുള്ള സർക്കാരിന്റെ സമീപനങ്ങൾ കൂടി ഒന്ന് വിലയിരുത്തിക്കൊണ്ടാവും സ്വാഭാവികമായും അത്തരത്തിലൊരു പരാതിയുമായില്ലേ പ്രതികരണവുമായി പലരും രംഗത്തേക്ക് വരുന്നത്. കാരണം ഇത് സമൂഹത്തിൽ ചർച്ച ചെയ്ത് മാത്രം തീരാതെ കൃത്യമായ ഒരു നടപടി, അതിന്റെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള നടപടി ആഗ്രഹിക്കുന്നവരാവും പലരും. അത്തരക്കാർ പോയി ആ ഒരു നിലപാടുമായി മുന്നോട്ട് വന്നാൽ അതിന് സർക്കാരിന്റെ പിന്തുണ ഉണ്ടോ എന്ന് കൂടി വീക്ഷിച്ചിട്ടാവും കൂടുതൽ പേർ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തേക്ക് വരിക. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇതുവരെ ഉണ്ടായ പരാതിയും പ്രതിസന്ധികളും, അത് സൃഷ്ടിച്ച പ്രതിസന്ധികളും ഒന്നും താങ്ങാനാവാതെ അവസാനം അമ്മ എന്ന താരസംഘടന ഇപ്പോൾ കൂട്ടരാജിയിലേക്ക് പോയിരിക്കുന്നു. അതിന്റെ ഭാരവാഹികൾ, ആ ഭാരവാഹികൾക്ക് മുന്നിലും അവർക്കിടയിലും എല്ലാം തന്നെ വലിയ ഭിന്നിപ്പും പ്രശ്നങ്ങളും നിലനിന്നിരുന്നു. ഭാരവാഹികൾ ചിലർക്കെതിരെ തന്നെ സിദ്ദിഖും ബാബുരാജും അടക്കമുള്ളവർക്കെതിരെ വലിയ ശക്തമായ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നു. അതിനെ തുടർന്നുള്ള ചർച്ചകൾ, അത് ഈ ഭിന്നിപ്പിൽ കൂടുതൽ ശക്തി കൂട്ടുന്നു. ആ ഒരു ഘട്ടം വന്നപ്പോൾ അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രസിഡന്റ് മോഹൻലാലും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൽ മോഹൻലാലിനെ പിന്തുണയ്ക്കാൻ ചിലർ ശ്രമിച്ചെങ്കിലും അത്തരത്തിൽ അവരുടെ നീക്കങ്ങൾ പോലും അത് ഫലം കാണാതെ വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ മോഹൻലാൽ രാജിക്ക് സന്നദ്ധനാവുമ്പോൾ എന്ത് പറഞ്ഞ് മോഹൻലാലിനെ പിന്തിരിപ്പിക്കും എന്നത് തന്നെയായിരുന്നു എല്ലാവരുടെയും മുന്നിലെ പ്രധാന വെല്ലുവിളി. ആ രീതിയിൽ ചിലർ സംസാരിച്ചെങ്കിലും മോഹൻലാലിന്റെ മറുചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനോ അല്ലെങ്കിൽ മോഹൻലാലിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്നൊരു ഉറപ്പ് നൽകാനോ ആർക്കും സാധിക്കുകയും ചെയ്യുന്നില്ലായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് മമ്മൂട്ടിയായിട്ട് കൂടി സംസാരിച്ചതിന് ശേഷം ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുകയും മോഹൻലാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കടുത്ത നിരാശ രേഖപ്പെടുത്തുകയും അതിനെ തുടർന്ന് രാജി അറിയിക്കുകയും ചെയ്തത്. രാജി അറിയിച്ചതിന് തൊട്ട് പിന്നാലെ അത് ബാക്കി എല്ലാവരും തന്നെ രാജിവെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു. അതിനുള്ളിൽ തന്നെ ഈ അമ്മ ഭരണസമിതിയിൽ തന്നെ ഒരു ഗ്രൂപ്പ് നീക്കങ്ങളും മറ്റും നടന്നിരുന്നതായും പറയപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ഗ്രൂപ്പ് നീക്കങ്ങൾ നടക്കുമ്പോഴും ചിലർ കൃത്യമായ രീതിയിൽ ഇത്തരത്തിൽ ആരോപണം വന്നവർക്കെതിരെ കർശനമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകണമെന്ന അഭിപ്രായം വരുന്നു. ചിലർ പറയുന്നു അവരുടെ ഈ വരുന്ന ആരോപണങ്ങളിലെ ശരിതെറ്റുകൾ വിലയിരുത്തി വേണം നമ്മുടെ അംഗങ്ങളെ പിന്തുണയ്ക്കാനുള്ള ബാധ്യത കൂടിയുണ്ട്. എന്നാൽ അത്തരം ബാധ്യതയല്ല അമ്മയ്ക്കുള്ളത് എന്ന അഭിപ്രായം വരുന്നു. ആ രീതിയിലൊക്കെയുള്ള ചർച്ചകൾക്കുമെല്ലാം ഒടുവിൽ തന്നെയാണ് കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ 2 മാസത്തിനുള്ളിൽ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുക എന്നതാണ്. അതുവരെ അഡ്ഹോക് കമ്മിറ്റിയായി നിന്നുകൊണ്ട് മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ അമ്മ തുടരുക തന്നെ ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം തിരുത്തിയവർക്കും ഇത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചവർക്കും എല്ലാമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് മോഹൻലാൽ രാജി നൽകിക്കൊണ്ട് അത് പൂർണ്ണമായ ഒരു പിരിച്ചുവിടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതുമായി ബന്ധപ്പെട്ടു അമ്മ സംഘടനയിൽപ്പെട്ട അംഗങ്ങളൊക്കെ തന്നെയും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമായി വരുന്നു. ചിലർ അതിനെ എല്ലാം വളരെ പോസിറ്റീവായി കണ്ട് മൊത്തത്തിൽ ഒരു തിരുത്തൽ വരട്ടെ എന്ന് പറയുന്നു. ചിലർ പറയുന്നു ആരോപണ വിധേയരായവർ മാത്രം രാജിവെച്ചാൽ മതിയായിരുന്നു എന്ന അഭിപ്രായം പറയുന്നു. കൂട്ടരാജി ആവശ്യമില്ലായിരുന്നു എന്ന അഭിപ്രായങ്ങൾ വരുന്നു. എന്തു തന്നെയായാലും ഇനിയും വരും ദിവസങ്ങളിലും കൂടുതൽ പോലീസിന്റേതായ നടപടികൾ വരാൻ പോകുന്നു. അത്തരമൊക്കെ ഘട്ടത്തിലും ഈ ഒരു പ്രശ്നം ഇപ്പോൾ പരാതികൾ വരുന്ന ഒരു ഘട്ടത്തിലും ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ബാബുരാജിന്റെ രാജിക്കായി മുറവിളി ഉയരുന്നുണ്ട്. അത് തന്നെ പരസ്യമായി പ്രതികരിക്കുന്ന രീതിയിലേക്ക് വരുന്നു. സുധീഷ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ നടൻ ഷമ്മി തിലകൻ കൂടി നമ്മോടൊപ്പം പ്രതികരിക്കാനായി ചേർന്നുണ്ട്. ശ്രീ ഷമ്മി തിലകൻ, ഒരുപക്ഷെ വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് അമ്മ സംഘടനയിലെ ഭരണസമിതിയുടെ ഒരു കൂട്ടരാജി. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു തീരുമാനത്തെ എടുത്തുചാട്ടമായി താങ്കൾ കാണുന്നു എന്ന് നേരത്തെ ഒരു മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇനിയുള്ള അമ്മയുടെ നിലനിൽപ്പൊക്കെ ഏത് തരത്തിലാകും? നേരത്തെ നമുക്കറിയാം നിരവധി മുൻ നടന്മാർക്കൊക്കെ തന്നെയും ധനസഹായം ഒക്കെ ചെയ്യുന്ന ഒരു
സംഘടനയാണ്. അത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്. ഇനി ആ പ്രവർത്തനങ്ങളൊക്കെ ഏത് തരത്തിലാകും എന്നുള്ളൊരു ചോദ്യം കൂടിയല്ലേ നിലനിൽക്കുന്നത്? ശരിയാണ് സാർ. അങ്ങ് ആ ചോദ്യത്തിന്റെ ആദ്യത്തെ ഭാഗത്തിന്റെ ഒരു ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കൂട്ടരാജിക്കുള്ള വിഷയം ഇവിടെ ഇല്ല. ഒന്നോ രണ്ടോ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാരുടെ പേരിലുള്ള മാത്രമുള്ള ആരോപണത്തിന് ഇത്രയും എല്ലാവരും കൂടി രാജിവെച്ചതെന്ന് പറയുന്നത് ഒരുപക്ഷെ അവർക്ക് വിഷമം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. അതോ ഇനി എന്താണോ അതൊരു ശരിയായ നടപടി അല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഞാനൊരു അംഗമല്ല എങ്കിൽ കൂടിയും ഞാനത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം നമ്മളെ ഒരു സംഘടന അത് എന്തും ആയിക്കോട്ടെ, ആരുടെ ആയിക്കോട്ടെ, ഞാനുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാത്തതായിക്കോട്ടെ, അതിനകത്തുള്ള അംഗങ്ങള് അവര് വോട്ട് ചെയ്തിട്ടാണ് അവരെല്ലാം ജയിച്ചിരിക്കുന്നത്. അപ്പൊ ആ കുറ്റാരോപിതരല്ലാതെ ഈ കൂട്ടരാജിയോട് അനുകൂലിച്ച് മറ്റുള്ളവരോട് അനുകൂലിച്ച് രാജിവെച്ച് പോയ മറ്റേ ആൾക്കാർ കാണിക്കുന്നത് ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് അംഗങ്ങളോട് കാണിച്ച നിസ്സഹായത ഒരവസ്ഥ, ഇങ്ങനത്തെ ഒരു അനിശ്ചിതത്വത്തിലേക്ക് സംഘടനയെ കൊണ്ട് തള്ളിവിടേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഷമി തിലകൻ, മറ്റൊരു കാര്യം നമുക്കറിയാം, താങ്കളുടെ പിതാവ് തിലകൻ, നടൻ തിലകൻ മുൻപ് നടത്തിയ പല പ്രസ്താവനകളും ഇപ്പോൾ അത് കൂടുതൽ തരംഗമാവുകയാണ്, ചർച്ചയാവുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും ആ പഴയ ക്ലിപ്പിംഗ്സുകൾ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഈ അമ്മയിലുണ്ടായ നടപടിയും അദ്ദേഹത്തിനായുള്ള ഒരു കാവ്യനിധിയായിട്ട് വേണ്ടയില്ലേ നമ്മൾ കണക്കാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ കാണുന്നതില് അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം അതിന് ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഷമ്മിയുടെ ഇതിനകത്തൊരു കാവ്യനീതിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനകത്ത് ഇല്ലെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കതിനെ കുറിച്ചില്ല. പക്ഷെ അച്ഛന്റെ കാര്യത്തിൽ ഒരുപക്ഷെ അച്ഛൻ അങ്ങനെ തോന്നുന്നുണ്ടാകാം ഒരു കാവ്യനീതിയാണെന്ന് എന്നുള്ളത്. കാര്യം ശരിയാണത്. കാര്യം ഒരുപക്ഷെ എന്റെ അച്ഛന്റെ സഹോദരൻ ഇന്നലെ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ കർമ്മം ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ആ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ അറിയാമല്ലോ, നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ മരണപ്പെട്ട പിതാമഹന്മാർ അവരുടെ എല്ലാവരെയും നമ്മൾ ആലോചിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ കുറെ നാളായിട്ട് കർമ്മം ചെയ്ത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു അച്ഛൻ ഈ രാജിവെക്കുന്ന എല്ലാവരും രാജിവെച്ച സമയത്ത് ഞാൻ അത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ അച്ഛന്റെ അനിയനാണ്, അത് അച്ഛന്റെ സ്ഥാനം തന്നെയാണ്. അപ്പോ ഒരുപക്ഷെ അദ്ദേഹത്തിന് കർമ്മം ചെയ്തായിട്ട് ഞാൻ എന്റെ മനസ്സിൽ അങ്ങനെ എന്റെ അച്ഛന് ഞാൻ ചെയ്യുന്നത് പോലെയാണ് ഞാൻ ചെയ്തത്. ഷമി തിലകൻ, ഒരു കാര്യം കൂടി, ഇനി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആത്മാവിന് ഒരു ശാന്തി കിട്ടിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോ ആ ഒരു നിത്യതയിലേക്ക് ലയിച്ചിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടൊരു എന്താ പറയുന്നത്, ഒരു കാവ്യനീതിയായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം. ഷമി തിലകൻ, മറ്റൊരു കാര്യം, ഇനി 2 മാസത്തിന് ശേഷം അടുത്ത ജനറൽ ബോഡി യോഗം ചേർന്ന മറ്റൊരു ഭരണസമിതിയെ തെരഞ്ഞെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇനിയൊരു ഭരണസമിതി ഉണ്ടാവുകയാണെങ്കിൽ അത് എത്രത്തോളം നീതിയുക്തമാകണമെന്നൊരു കാര്യം കൂടിയല്ലേ ഉള്ളത്? സാർ, അതിനേക്കാളും വലിയ സംഭവങ്ങൾ വേറെ കിടക്കുകയല്ലേ. കാര്യം ഞാനതാണ് നേരത്തെ പറഞ്ഞത്. കാര്യം കഴിഞ്ഞ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 3, 4 അല്ല 5 ആൾക്ക് വേണ്ടിയിട്ട് ഇത് മൊത്തം ആൾക്കാർ രാജിവെക്കുക എന്ന് പറയുമ്പോൾ എത്രയോ ലക്ഷങ്ങൾ മുടക്കിയാണ് ആ ഇലക്ഷൻ നടത്തിയതും ഒരു കമ്മിറ്റി ഒരു പൊതുയോഗം കൂടുക എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒരു കാര്യമാണ്. ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇനിയും അതുപോലെ തന്നെ ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഇനിയും ലക്ഷങ്ങൾ മുടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഇവർക്ക് ഇങ്ങനെയുള്ള തെറ്റായ നിയമോപദേശങ്ങൾ നൽകുന്നത് ആരാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ വലിച്ചു കീറപ്പെടേണ്ടത്. അതാണ് ആ സംഘടനയുടെ ഏറ്റവും വലിയൊരു കുഴപ്പമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതും. അവർക്ക് കിട്ടുന്ന നിയമോപദേശത്തിന്റെ പൊള്ളയായ ഉപദേശം നൽകുന്ന നിയമോപദേശകരാണ് ഈ സംഘടനയെ ഇത്തരത്തിൽ കൊണ്ടുപോയി കൂപ്പുകുത്തിച്ചിരിക്കുന്നത്, ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വളരെയധികം നന്ദി ശ്രീ ഷമ്മി തിലകൻ പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി സുധീഷ് ഗോപാൽ കൊച്ചിയിൽ നിന്നും ചേർന്നുണ്ട്. സുധീഷ്, ഒരുപക്ഷെ എന്ത് തന്നെയല്ലേ അമ്മയിലെ ഭരണസമിതിയുടെ കൂട്ടരാജി അത് കൂടുതൽ ന്യായീകരണത്തിലേക്കും അല്ലെങ്കിൽ കൂടുതൽ അനുകൂലമായും പ്രതികൂലമായുമുള്ള പ്രതികരണങ്ങൾ നിരവധി ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഇനിയും ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. അമ്മയുടെ നിലനിൽപ്പ്, അമ്മ സംഘടനയുടെ മറ്റ് പ്രവർത്തനങ്ങളുടെയൊക്കെ നിലനിൽപ്പ് ഏത് തരത്തിലാകും? ഇനി 2 മാസത്തിന് ശേഷം മറ്റൊരു ഭരണസമിതിയെ തെരഞ്ഞെടുക്കുമെന്ന് അറിയാൻ സാധിക്കുന്നു. എന്നിരുന്നാൽ
കൂടിയും ഈ ഭിന്നത ഇപ്പോഴും അമ്മ സംഘടനയിൽ നിലനിൽക്കുകയാണ്. ജഗദീഷ് നേരത്തെ സൂചിപ്പിച്ച അല്ലെങ്കിൽ ജഗദീഷ് നടത്തിയ ചില പ്രതികരണങ്ങൾ അതും വളരെയധികം ഭിന്നത സൃഷ്ടിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഭിന്നത നിലനിൽക്കുന്നത് സൂചിപ്പിക്കുന്ന പ്രതികരണങ്ങളായിരുന്നു. അങ്ങനെയെങ്കിൽ ഇനിയുള്ള നിലനിൽപ്പും പ്രവർത്തനങ്ങളും ഒക്കെ ഏത് തരത്തിലാകുമെന്നൊരു ചോദ്യം കൂടിയല്ലേ ഉയരുന്നത്? വിഷ്ണു, സ്വാഭാവികമായും ഇത്തരം വിവാദങ്ങളും ഭിന്നിപ്പും എല്ലാം ഉണ്ടാകുമ്പോൾ ഇനിയും വരുന്ന ഒരു ഭരണസമിതി, പുതിയതായിട്ട് ഒരു ഭരണസമിതി വരുമ്പോൾ അതിൽ എതിർ ചേരിയിലുള്ളവർക്ക് ഇല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളവരുടെ പിന്തുണ എത്രത്തോളം ആ അമ്മയെ നയിക്കുന്നവർക്കൊപ്പം ഉണ്ടാകും എന്നത് ഒരു ചോദ്യമാണ്. അതിലുപരി ഇവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഭിന്നിപ്പ് പരിഹരിക്കുന്നതിനുള്ള എന്ത് നടപടിയോടുകൂടിയാവും ഇനിയൊരു ജനറൽ ബോഡിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. ഇത്തരം വിവിധങ്ങളായ ആശങ്കകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ അമ്മയിലെ അംഗങ്ങളിൽ തന്നെ ചിലരും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നവരുണ്ട്. അല്ലെങ്കിൽ ബാബുരാജിന്റെ രാജി ആവശ്യപ്പെട്ട് എത്തിയവരിലും അമ്മയിലെ അംഗങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലെല്ലാം അവർക്കിടയിലെ ഭിന്നിപ്പുകൾ നിലനിൽക്കുകയാണ്. ആ ഭിന്നിപ്പ് പരിഹരിക്കുന്നതിൽ ഉള്ള പരാജയം കൂടിയാണ് ഈ കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇല്ലെങ്കിൽ അമ്മ എന്ന സംഘടന ഇതേ നിലയിൽ തുടർന്നുകൊണ്ട് തന്നെ ഇതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള രീതികൾ, സമീപനങ്ങൾ സ്വീകരിച്ചു പോകാമായിരുന്നു. അഥവാ മാറ്റി നിർത്തേണ്ടവരെയാണെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ ഈ കമ്മിറ്റിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതും. അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അമ്മ ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് 2 മാസത്തിനിടയിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. ഇതിനിടയിൽ മറ്റ് സേവന പ്രവർത്തനങ്ങൾ തുടരുക മാത്രമാവും അമ്മ എന്ന സംഘടന എന്ന നിലയിൽ മുന്നോട്ടുള്ള പ്രവർത്തനം. അതോടൊപ്പം തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെതായ കാര്യങ്ങൾ, അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക. ഈ 2 കാര്യങ്ങളാവും അമ്മയിൽ നിന്നും വരുന്ന 2 മാസത്തിൽ ഉണ്ടാകുക. അത് ആ രാജി വെച്ചുകൊണ്ട് ഇറക്കിയ മോഹൻലാൽ ഇറക്കിയ ആ ഒരു റിലീസിൽ തന്നെ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, ഇതിന്റെ നിയമ നടപടികൾ ഏത് രീതിയിൽ പോകും, ഇല്ലെങ്കിൽ കൂടുതൽ പേർ ആരോപണവുമായി വരുന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് നിലനിൽക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതികൂലമായ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ രാജിവെച്ചതിന് ശേഷവും അമ്മയ്ക്കുള്ളിലെ അവസ്ഥകൾക്ക് ഒരു പരിഹാരവുമായിട്ടില്ല. ഇതിനെ സ്വീകരിച്ചും വിമർശിച്ചും ഒക്കെ ആൾക്കാർ അഭിപ്രായം പറയുമ്പോഴും ഇതിലെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം ഇല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ ഇനി പുതിയൊരു കമ്മിറ്റി വന്നെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുവരെയും ഈ അവസ്ഥയിൽ തന്നെ തുടരും എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്കും ഇവർക്കിടയിൽ ആര് പുതിയ ഭാരവാഹികളാകുന്നു എന്നതടക്കമുള്ള ചർച്ചകൾ വരും. അവിടെ ചേരി തിരിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമോ, അല്ലെങ്കിൽ കൂട്ടായ്മയിലൂടെ ഒരു പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാൻ കഴിയുമോ എന്നതെല്ലാം നോക്കിക്കാണേണ്ട അവസ്ഥയാണ് ഉള്ളത്. സ്വാഭാവികമായും അതിൽ മത്സര രംഗത്ത് കൂടുതൽ പേരെയാണ് ഈ പ്രാവശ്യം തന്നെ നമുക്കറിയാം. ഭരണസമിതിയിലേക്ക് എടുത്തപ്പോൾ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നതിനെ ചൊല്ലി വലിയ വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെ നടന്നിരുന്നു. അവസാനം വിജയിച്ച രമേശ് പിഷാരനെ അടക്കമുള്ള പിന്മാറിയ ഒരു സാഹചര്യം വരുന്നു. വനിതകളെ ഇത്രയും പേരെ ഉൾക്കൊള്ളിച്ച് പറ്റൂ എന്ന ഒരു സാഹചര്യം വരുന്നു. അതിനുശേഷം വനിതകൾ അതിന്റെ കീ പോസ്റ്റിലേക്ക് വരണമെന്ന അഭിപ്രായങ്ങൾ വരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരും കാണാം. അപ്പോൾ ഒരു വനിതയ്ക്കെതിരെ ഒരു പുരുഷന്റെ മത്സരം അടക്കമുള്ളവയും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കാം. ഇത്തരമൊക്കെ വ്യത്യസ്തങ്ങളായ സാധ്യതകളും സാഹചര്യങ്ങളും അമ്മയ്ക്കുള്ളിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ കൂട്ടരാജിയെ തുടർന്ന് ഇനി ഏത് രീതിയിലാവും ഇത് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഈ അംഗങ്ങൾ തന്നെ ഒരു നയം രൂപീകരിക്കേണ്ടതുണ്ട്. ഇത് എല്ലാവരും കൂടിയാണ് ഇനിയും പുതിയ ഒരു ഭരണസമിതി എടുക്കുന്നത്. അതുകൊണ്ട് ആര് വരണം എന്നത് ഏകപക്ഷീയമായി ആർക്കും പറയാനോ പ്രവചിക്കാനോ ഒന്നും സാധിക്കുന്നതല്ല. അതിൽ ആരായാലും അത് അമ്മയിലെ അംഗങ്ങൾക്കെല്ലാം പൂർണ്ണ ഉത്തരവാദിത്വത്തോടെയാവും പുതിയ ഒരു ഭരണസമിതി വരികയും ചെയ്യുക. വിഷ്ണു, സുധീഷ്, അതുപോലെ നമുക്കറിയാം ഒരുപക്ഷെ ഈ അമ്മ സംഘടനയിലെ അല്ലെങ്കിൽ അമ്മ ഭരണസമിതിയിലെ നിരവധി അംഗങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ പരാതികൾ നേരത്തെ ഉന്നയിച്ചവരായിരുന്നു WCC അംഗങ്ങൾ. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അവരുടെ പ്രതികരണങ്ങൾ നമുക്കിപ്പോൾ ഉണ്ടാകുന്നില്ല. എന്നിരുന്നാൽ കൂടിയും WCCയിലെ അംഗങ്ങൾ ഒരുപക്ഷെ മൗനം പാലിക്കുകയാണോ, അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങൾ ഇനി ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. വിഷ്ണു, ഇതിൽ WCCയുടെ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ അമ്മയോട് സഹകരിച്ച് പൂർണ്ണമായും മുന്നോട്ട് പോകാൻ ഇനിയും തയ്യാറാകുമോ, പുതിയ ഒരു തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അവരുടേതായ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ, ഇല്ലെങ്കിൽ സ്ത്രീപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന മറ്റാരെങ്കിലും ആവുമോ പരിഗണിക്കപ്പെടുക, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കാണേണ്ടതാണ്. എന്നാൽ WCCയും അമ്മയ്ക്കൊപ്പം തന്നെ സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന താല്പര്യം പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ അമ്മയ്ക്കുള്ളിൽ WCCയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നു. ഇത്തരത്തിൽ അമ്മയിലെ ഇതുവരെ നടന്നതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യങ്ങളും
അനുഭവങ്ങളും പ്രവൃത്തികളും ഒക്കെയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. ഇങ്ങനെ ഒരു കൂട്ടരാജി തന്നെ അമ്മയിൽ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. അതും മോഹൻലാലിനെ പോലെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാൾ പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ അത്തരം ഒരു കൂട്ടരാജിയിലേക്ക് എത്തുന്ന തരത്തിൽ അമ്മയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ വഷളായി എന്നതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ അമ്മയിലെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കും, അതോടൊപ്പം തന്നെ അതിലേക്ക് WCCയുടെ സ്വാധീനം എത്രത്തോളം വർദ്ധിക്കും എന്നതൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് വിഷ്ണു. യെസ്, സുധീഷ് ഗോപാലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.